ഈ ഒരു ഷേപ്പിലാണ് പ്ലോട്ട് വരുന്നത്. 10 സെൻറ്റാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ. ഈ പ്ലോട്ടിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് ഈ കാണുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളൊരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നമ്മളിവിടെ ഒരു ഇരിക്കാനുള്ള ഒരു സ്പേസ്, ഒരു സീറ്റർ കൊടുത്തു. അതിൻ്റെ താഴെ ഷൂ റാക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് അത് വരുന്നത്. അത് കഴിഞ്ഞ് എൻ്റർ ചെയ്യുന്നു. ഇവിടെ ലിവിങ് റൂമാണ്. ഇവിടെ നമ്മളൊരു സോഫ അറേഞ്ച് ചെയ്തു. ഒരു LED യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വിൻഡോസ്, ഇവിടെ ഒരു വിൻഡോ കൊടുത്തു, ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റെയർ ഏരിയയിലേക്കാണ്. സ്റ്റെയർ ഏരിയയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഈ ഒരു ബെഡ്റൂം നമുക്ക് ആക്സസ് ചെയ്യാം. ബെഡ്റൂമിൽ നമ്മൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട്. ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ഇത്തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബെഡ്, വാർഡ്രോബ്, ഒരു ഡ്രസ്സിങ് ടേബിൾ, ഇത്തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിൽ ഒരു ബേ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തു. വാഷ് ബേസിൻ കൊടുക്കുന്നത് ഇവിടെ ആയിട്ടാണ്. പിന്നെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വിൻഡ് വീടിനകത്തേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു പാറ്റിയോ കൊടുത്തിട്ടുള്ളത്. ഇതുവഴി നല്ല കാറ്റ് വീടിനകത്തേക്ക് നമുക്ക് ലഭിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിച്ചണാണ്. ഈ ഒരു കിച്ചൺ ഒരു ക്ലോസ്ഡ് കിച്ചണാണ്. പിന്നെ ഒരു വർക്ക് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കാം. ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയർ കയറി വരുന്നത് ഈ ഒരു ചെറിയ സ്പേസിലേക്കാണ്. ഇവിടെ 2 ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്കായിട്ട് ഒരു ബെഡ്റൂം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ ഒക്കെ ബെഡ്റൂമിൽ വരുന്നുണ്ട്. ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു ബേ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുറകുവശത്തായിട്ട് ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ ഒരു ഓപ്പൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ ഇത്തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ലോ പ്രൂഫ് കൊടുത്തുകൊണ്ട് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു കാർ പോർഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്ന 1744 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിനെ പറ്റില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.